ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും അണികളും പ്രചരണത്തിൽ സജീവമാകുമ്പോൾ മറുവശത്ത് ഇഡി അന്വേഷണവും തകൃതിയായി മുന്നേറുന്നുണ്ട്. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഇഡി പേടി കൂടിയിട്ടുണ്ട്. കേരളത്തിലും ഇഡി നടപടി കടുപ്പിച്ചാൽ ഡോക്ടർ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്നാണ് നിലവിലുയരുന്ന ചോദ്യം. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ച ഇഡി വരുമോ എന്നത് തന്നെ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി മുൻമന്ത്രി AC മൊയ്തീനെ ഇഡി ലക്ഷ്യവെക്കുന്നുണ്ട്. അതിനൊപ്പമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇഡി മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കിനെ 7 തവണ നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ മസാല ബോണ്ടുമായോ കിംഫിയുമായോ തനിക്ക് ഇപ്പോൾ ബന്ധമില്ലെന്നും അതിനാൽ എന്നെ നിരന്തരം നോട്ടീസ് നൽകി ബുദ്ധിമുട്ടിക്കുന്ന ഇഡി നടപടി അവസാനിപ്പിക്കണമെന്നുമായിരുന്നു തോമസ് ഐസക് കോടതിയിൽ നൽകിയ റിട്ടിൽ പറഞ്ഞിരുന്നത്. വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ചെന്ന കേസിലാണ് ഇഡി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. എന്നാൽ ഇഡിയെ പേടിയില്ലെന്നും തനിക്കൊന്നും ഒളിക്കാനില്ലെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. മസാല ബോണ്ട് രൂപീകരിക്കാനായി തീരുമാനിച്ചത് ക്യാബിനറ്റ് ആണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് കിംഫിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കാനായി മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം. ഇതിൽ എങ്ങനെയാണ് താൻ മാത്രം മറുപടി പറയേണ്ട ആവശ്യമെന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. എന്നാൽ നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ തോമസ് ഐസക് തയ്യാറായില്ല എന്നത് കുരുക്ക് മുറുക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കേരളത്തിലെ CPM നേതാക്കൾക്കിടയിൽ ഇഡി പേടി വർദ്ധിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻമന്ത്രി AC മൊയ്തീൻ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ എന്നിവരെ ഇഡി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ നേതാക്കളെ കാണാനും ആത്മവിശ്വാസം പകരാനുമായി തൃശൂരിലെത്തിയത്. ഇഡി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി കർശന നടപടിയിലേക്ക് പോയാൽ അത് പത്തനംതിട്ടയിൽ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ മാറ്റി പത്തനംതിട്ട മുൻ MLA രാജു എബ്രഹാമിനെ ഇറക്കണമെന്നാണ് CPM-ൽ ഉയരുന്ന ആവശ്യം. എന്നാൽ അത്തരമൊരു സാഹചര്യം പത്തനംതിട്ടയിൽ ഇല്ലെന്നും ഇഡി നടപടി നിയമപരമായി ചെറുക്കുമെന്നുമാണ് CPM സംസ്ഥാന നേതാക്കളുടെ ഉറപ്പ്. ഇഡി നടപടികളിലുള്ള ഭയം തൃശൂരിലും നിലനിൽക്കുകയാണ്. BJP സ്ഥാനാർത്ഥികൾക്കായി ദേശീയ നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങുന്ന 2 മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും തൃശൂരും. പത്തനംതിട്ടയിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമൊക്കെയായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് BJP-യുടെ സ്ഥാനാർത്ഥി. 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. തോമസ് ഐസക്കിനെ ഇറക്കി മണ്ഡലം പിടിക്കുന്നതിനായി CPM 6 മാസം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. രാജു എബ്രഹാമിനെ മത്സരിപ്പിക്കണമെന്ന ജില്ലാ നേതാക്കളുടെ ആവശ്യം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. അവസാനഘട്ടം രാജു എബ്രഹാമിനെ തന്നെ ഇറക്കേണ്ടി വരുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്.